നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ പുറകിൽ തേടി ആക്സിഡൻറ്റ് കൂടുതൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? പുറകിലാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യല്. മെയിൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചാലും നമ്മൾ ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് രാവിലെ ജനറൽ ചെക്കപ്പിൻ്റെ കൂട്ടത്തിൽ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. റൈറ്റും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തുന്നുണ്ടോ, ബ്രേക്ക് ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് മെയിൻ ഉറപ്പായിട്ട് നിങ്ങളത് ശ്രദ്ധിച്ച് ഓട്ടിച്ച് കഴിഞ്ഞാൽ പുറകിലത്തെ ഇടി, ബാക്ക്, ഡിക്കി, ബമ്പറും ഡാമേജുള്ള വണ്ടികളാണ് ഈ നിരത്തിൽ ഏറ്റവും കൂടുതൽ കാണാനുള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കൂടുതലും പുറകിലത്തെ ആക്സിഡൻ്റാണ് കൂടുതൽ. പിന്നെ നിങ്ങളും ഒന്നും കൂടി ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയാലും നിങ്ങൾക്കൊരു 20 അല്ലെങ്കിൽ 30 മീറ്ററിന് മുമ്പ് ഇടത്തോട്ട് തിരിയണം, ഇല്ലെങ്കിൽ വലത്തോട്ട് തിരിയണമെന്ന് നിങ്ങൾക്കറിയാം. ചില ആൾക്കാർ, എല്ലാവരും അല്ല, ചില ആൾക്കാർ ഇത് ശ്രദ്ധിച്ചോണം, സ്കിപ്പ് ചെയ്യല്ലേ വീഡിയോ. നമുക്കറിയാം അവിടെ ഇടതുവശത്താണ് നമുക്ക് തിരിയേണ്ടത്, ഇല്ലെങ്കിൽ വലതുവശത്താണ് തിരിയേണ്ടത്. ഒരു 30 മീറ്ററിന് മുമ്പേ ഇൻഡിക്കേറ്റർ ലെഫ്റ്റെങ്കിൽ ലെഫ്റ്റ്, റൈറ്റെങ്കിൽ റൈറ്റ് ഇടുക. ഇത് ഞാൻ പറയാൻ കാര്യം, ചില ആൾക്കാർ ഈ തൊട്ടടുത്തെത്തുമ്പം ഇൻഡിക്കേറ്റർ ഇടും. ഇൻഡിക്കേറ്ററിൻ്റെ സമയത്ത് പുറകിലുള്ളവന് ചിന്തിക്കുന്നില്ലല്ലോ, പെട്ടെന്ന് അവൻ ഇടത്തോട്ട് തിരിയുന്നത്. അവൻ കൊണ്ട് ബാക്ക് കൊണ്ട് ഇടിക്കുകയും ചെയ്യും. ചിലപ്പോൾ ബൈക്കായിരിക്കും, ചിലപ്പോൾ കാറായിരിക്കും. എന്നിട്ട് ഈ പുറകിലിടിച്ചവൻ ആ കാറുകാരെ ഇറങ്ങി ചെന്നിട്ട് അവൻ്റെ അടുത്ത് അവിടെ സംസാരമാവും. നിങ്ങൾക്ക് ഇൻഡിക്കേറ്ററിൻ്റെ കണ്ടൂടെ, കണ്ണ് കണ്ടൂടെ എന്നൊക്കെ ചോദിക്കും. ഒരു കാരണവശാലും നിങ്ങൾക്ക് അറിയാം ആ സ്പോട്ടിൽ എനിക്ക് ഇടത്തോട്ട് തിരിയണം. ശരി, ഒരു 30 മീറ്റർ അല്ലെങ്കിൽ ഒരു 20 മീറ്റർ മുമ്പെങ്കിലും നിങ്ങളത് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇടുക. പിന്നെ വേറെ ഇതേ സെയിം സംഭവം, ഒരു 30 മീറ്റർ 40 മീറ്റർ മുമ്പേ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇട്ടു, അവൻ ഇടത്തോട്ട് തിരിഞ്ഞു. പക്ഷേ ഇൻഡിക്കേറ്ററിൻ്റെ നമ്മളെ സ്ക്രീനിലുള്ള സിമ്പിൾ തെളിയുന്നുണ്ട്, പക്ഷേ പുറകിലത്തെ ബൾബ് ഫീസായിപ്പോയി, വണ്ടി ഇടിച്ചു. എന്നിട്ടും ഇവൻ വന്ന് തർക്കിക്കുകയാണ്, ഞാൻ ഇൻഡിക്കേറ്റർ നിനക്ക് കണ്ണ് കണ്ടൂടെ. സംഭവം അത് കത്തുന്നില്ല. സിമ്പിൾ കേസാണ്. ഒരു 2 മിനിറ്റ് ടൈമും പോലും വേണ്ട. വാഹനം രാവിലെ എടുക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ലൈറ്റ്സ്, ഓൾ ലൈറ്റ്സ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ചില ഓട്ടോക്കാരുണ്ട്, ഞാൻ എല്ലാവരും കുറ്റം പറയല്ല, ഒന്ന് ശ്രദ്ധിക്കുക. ഈ വീഡിയോ കാണുമ്പം നിങ്ങൾക്കും പെട്ടെന്ന് ഇടത്തോട്ട് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ പെട്ടെന്ന് തിരിയുന്നൊരു പൊതുവേ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്കറിയാം, ഗൂഗിൾ മാപ്പ് നോക്കി പോയാലും ഒരു 30 മീറ്റർ മുമ്പേ ഈ ഇൻഡിക്കേറ്റർ ലൈറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ അവർക്ക് പുറകിൽ നിന്നവർക്ക് മനസ്സിലാവും, ശരി പുള്ളി ഇടത്തോട്ടാണ് തിരിയുന്നത്. ഉടനെ സ്പോട്ടിൽ ലൈറ്റ് ഇട്ട് തിരിയരുത്. ബൈക്കായാലും ഇൻഡിക്കേറ്റർ ലൈറ്റ് ചിലപ്പോൾ അതിൻ്റെ മ്യൂസിക് ഉണ്ടാവും, പക്ഷേ ബൾബ് ഫീസാവുന്നത് നമ്മൾ അറിയില്ല. അതൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ടൈം പോലും വേണ്ട. ഇൻഡിക്കേറ്റർ ലൈറ്റ് തെളിയുന്നുണ്ടോ, എല്ലാം ഓക്കെ ആണെന്ന് നോക്കാൻ വേണ്ടി ഒരു 2 മിനിറ്റ് ടൈം പോലും വേണ്ട. ഈ 2 മിനിറ്റ് ടൈം നിങ്ങൾ നോക്കി കറക്റ്റ് നിങ്ങൾ പോയാൽ പുറകിലത്തെ ഇടി എന്നുള്ള ആക്സിഡൻറ്റ് ഒരുപാട് ഒഴിവാകും. സഡൻ ബ്രേക്ക് ലൈറ്റ്, അപ്പോൾ നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അറിയാം ആൾ ബ്രേക്ക് ചവിട്ടുന്നുണ്ട്. അപ്പോൾ പുറകിലുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പോൾ എല്ലാ മനുഷ്യനും എല്ലാം തികഞ്ഞവരല്ല. ഓരോ വണ്ടികൾ ഓടിക്കുന്നവർക്ക് പല പല മാനസിക സ്ഥിതിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കും. അപ്പം ഇതൊക്കെ നിസ്സാരമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഓട്ടിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് പുറകിലത്തെ ആക്സിഡൻ്റാണ് കൂടുതൽ വരുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് പുറകിൽ കുടിച്ചു, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു വാഹനത്തിൻ്റെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോവുക. പിന്നെ ഈ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ ഫ്രണ്ടിൽ ആ നമ്പർ പ്ലേറ്റ് നമുക്ക് കാണാൻ പറ്റും, ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുകൊണ്ട്. ആ ഒരു ഗ്യാപ്പിൽ നിർത്തുക. എന്ന് വെച്ചാൽ ഫ്രണ്ടിലുള്ളവർ നിങ്ങളെപ്പോലെ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരായിരിക്കില്ല, അവർക്ക് ഹാഫ് ക്ലച്ച് അറിയില്ല, ഹാൻഡ് ബ്രേക്കിൻ്റെ കാര്യങ്ങൾ അറിയില്ല. വണ്ടി പുറകോട്ട് വന്ന് നിങ്ങളുടെ വണ്ടിയുടെ മുൻഭാഗത്ത് പിടിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ആ ഒരു ഗ്യാപ്പ് ഡിസ്റ്റൻസ് നിങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇടിയും നിങ്ങൾക്ക് ഒഴിവാകും. അപ്പോൾ മെയിനായിട്ട് രാവിലെ വാഹനം എടുക്കുമ്പോൾ ഈ ജനറൽ ചെക്കപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ ലൈറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. പ്രത്യേകിച്ച് ഇൻഡിക്കേറ്റർ ലൈറ്റ്സും ബ്രേക്ക് ലൈറ്റും. ഇപ്പോൾ നമ്മൾ റെഗുലർ സർവീസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഈ ഇലക്ട്രിക് സാധനങ്ങൾ, ഈ ബൾബിൽ നിന്നൊന്നും നമുക്ക് മനുഷ്യനെ പോലെയാണ്, ഗ്യാരണ്ടി ഇല്ല, എപ്പോഴാണോ ഫീസായി പോവാം. അതുകൊണ്ട് നിസ്സാര വിലയായിരിക്കും ലൈറ്റിനൊക്കെ, ബൾബിനൊക്കെ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ റെഗുലർ സർവീസ് ആണെങ്കിലും ഇതൊക്കെ ഒരു നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ആക്സിഡൻറ്റ് കേസുകൾ ഒഴിവാകും. ഇപ്പോൾ ഒരുപാട് ആക്സിഡൻറ്റ് കേസുകളൊക്കെ ഒഴിവായിട്ടുണ്ട്.
നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൈമിനെ കുറിച്ചോ അങ്ങനത്തെ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ലിങ്കിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഏകദേശമുള്ള ആക്സിഡൻറ്റ് കേസുകൾ, ഈ എലി കടിച്ചത് തൊട്ട് പട്ടി ഇടിച്ചത്, മരം വീഴുന്ന കേസുകൾ, സ്പോട്ട് ഇടി, മതിലിലൊരു എന്നത്, അങ്ങനത്തെ ഒരുപാട് ലെവൽ കാറ്റഗറിയിലുള്ള ആക്സിഡൻറ്റ് കേസുകൾ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് പിടിച്ച് ഡ്രൈവിങ് ചെയ്ത് റോഡ് നോക്കി ഓടിക്കുന്നതല്ല. ഡ്രൈവർ എന്ന് പറയുമ്പോൾ ടു Z കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ബൾബിൻ്റെ കേസ് നിങ്ങളാരും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂട്ടുകാർ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. ഒരു വിരൽ സ്പർശം, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വിരൽ സ്പർശത്തിലൂടെ നിങ്ങൾക്ക് ആയിട്ട് ബന്ധപ്പെട്ട കുറേ ആൾക്കാർക്ക് ഈ വീഡിയോ അങ്ങ് പോകും, അവർക്കും ഒരു അറിവ് കിട്ടും. ഓക്കെ, താങ്ക് യു.